ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഫാർമക്കോഗ്നസിയിലെ ആന്റി മലേറിയൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആന്റി മലേറിയൽ ഡ്രഗ് ഏതാണ്? അത് കുറെ തവണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, സിങ്കോണ. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരൊറ്റ ഡ്രഗിനെ പറ്റിയാണ്, അത് സിങ്കോണ. സോ അതിന് മുന്നേ നമുക്ക് ആദ്യം മലേറിയനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ബ്രീഫ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സിങ്കോണനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. So, first of all, what do you mean by an anti-malarial drug? The drugs which are used in the prophylaxis or treatment of malaria is known as anti-malarial drugs. ജസ്റ്റ് പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, മലേറിയ എന്ന് പറയുന്ന ഡിസീസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്, അതിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ജനറലി ആന്റി മലേറിയൽ ഡ്രഗ്സ് എന്ന് പറയുക. The second point, the disease occurs due to infections by a certain species of a protozoan known as Plasmodium. നമുക്കറിയാം, മൈക്രോ ഓർഗാനിസംസ് കുറെ ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്. അതായത് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗൈ ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് പ്രോട്ടോസോവൻ. അപ്പൊ ഈ മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്, അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടോസോവൻ ആണ്. ആ പ്രോട്ടോസോവന്റെ പേരെന്താണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവൻ വഴി ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് മലേറിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാസ്മോഡിയത്തിൽ തന്നെ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട്. അപ്പൊ അതില് മെയിൻ ആയിട്ട് മലേറിയ കോസ് ചെയ്യുന്ന സ്പീഷീസ് ആണ് പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഒവൈൻ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. അപ്പൊ 4 ടൈപ്പ് ഓഫ് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് മലേറിയ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഒവൈൻ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. അതിൽ തന്നെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ടാക്കുന്ന മലേറിയ ആണ് ടെർഷ്യൻ മലേറിയ. ടെർഷ്യൻ മലേറിയ ഈ ഒരു സ്പീഷീസ് നെയിം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് നെയിം ആണ്. അതായത് ഓപ്ഷനിൽ ചിലപ്പോ മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാസ്മോഡിയം ടെർഷ്യൻ മലേറിയ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് അതിൽ ഏത് ഓർഗാനിസം ആണ് മലേറിയ കോസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ചിലപ്പോൾ പ്ലാസ്മോഡിയം മലേറിയ ഉണ്ടാവും, പ്ലാസ്മോഡിയം വിവാക്സ് ഉണ്ടാവും, പ്ലാസ്മോഡിയം ഒവേൽ ഉണ്ടാവും, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം അതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. അപ്പൊ 4 സ്പീഷീസ് ആണ് മലേറിയ കോസ് ചെയ്യുന്നത്: പ്ലാസ്മോഡിയം മലേറിയ, Plasmodium vivax, Plasmodium ovale and Plasmodium falciparum. Among these 4 species, Plasmodium falciparum causes the tertian malaria. ഇനി periodic symptoms of malaria. മലേറിയയുടെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ഏതൊക്കെയാണ്? ഷിവറിംഗ്, ഫീവർ, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്. അപ്പൊ നന്നായിട്ട് ബോഡിയിൽ ഷിവറിംഗ് ഉണ്ടാവും, അതുപോലെ ടെമ്പറേച്ചർ നന്നായിട്ട് റേസ് ചെയ്യും, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ബോഡിയിൽ സ്വെറ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള മലേറിയയുടെ സിംറ്റംസ്. ഏതൊക്കെയാണ്? ഷിവറിംഗ്, ഫീവർ ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്. ഇനി അടുത്ത എന്താണ്? വെക്ടർ ഓഫ് മലേറിയ. നമുക്കറിയാം കോസേറ്റീവ് ഓർഗാനിസം ഉണ്ട്. ഒരു ഡിസീസ് എടുക്കുമ്പോൾ അതിനൊരു കോസേറ്റീവ് ഓർഗാനിസം ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെക്ടർ ഉണ്ട്. വെക്ടർ എന്ന് പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഡിസീസിനെ ക്യാരി ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുക. കാരിയർ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാരിയർ എന്നാണ് വെക്ടറിന്റെ ഒരു മീനിങ്. അപ്പൊ മലേറിയയുടെ വെക്ടർ എന്താണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് മലേറിയയുടെ കാരിയർ. അപ്പൊ ഓപ്ഷനിൽ ചിലപ്പോൾ മെയിലിനും കൊടുക്കാം, ഫീമെയിലിനും കൊടുക്കാം. അപ്പൊ എന്താണ് അതിന്റെ റൈറ്റ് ആൻസർ? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ എബോവ് പാരസൈറ്റ് ഇസ് കംപ്ലീറ്റഡ് ഇൻ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആൻഡ് ഹ്യൂമൻസ്. അതായത് നമ്മുടെ ബോഡിയിൽ ഈ പ്ലാസ്മോഡിയം വന്നിട്ട് ഇൻഫെക്ട് ചെയ്ത് കഴിയുമ്പോൾ ഹ്യൂമൻസിന്റെ ബോഡിയിൽ ലിവറിലും അതുപോലെ റെഡ് ബ്ലഡ് സെൽസിലും അതുപോലെ തന്നെ മോസ്കിറ്റോയുടെ ബോഡിയിലും ആയിട്ടാണ് ഈ ഒരു പ്ലാസ്മോഡിയത്തിന്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഫിനിഷ് ആവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദി പാരസൈറ്റ്, ദാറ്റ് ഈസ് ദ പ്ലാസ്മോഡിയം, ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ ബോഡി ഓഫ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആസ് വെൽ ആസ് ദ ഹ്യൂമൻസ്. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ദ ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ ഇസ് നോൺ ആസ് an anti-malarial drug, and this disease is caused by the certain organism which is a protozoan, and that protozoan is known as Plasmodium. There are 4 types of species of Plasmodium: Plasmodium vivax, Plasmodium falciparum, Plasmodium ovale and Plasmodium malariae.
among these 4 species, Plasmodium falciparum causes the tertian malaria, and the main symptoms are shivering, fever, and profuse sweating. And the carrier or the vector of malaria is the female Anopheles mosquito, and the life cycle of this species, that is the Plasmodium, is completed in the body of female Anopheles mosquito as well as in the humans. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പ്ലാസ്മോഡിയത്തിന്റെ ഒരു ലൈഫ് സൈക്കിൾ ഒന്ന് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ലൈഫ് സൈക്കിൾ വെച്ചിട്ടാണ് ഈ ഒരു ആന്റി മലേറിയൽ ഡ്രഗ്സ് 3 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതായത് കോസൽ പ്രൊഫൈലാറ്റിക്സ്, സപ്രസീവ്സ്, അതുപോലെ തന്നെ റാഡിക്കൽ ക്യൂറേറ്റീവ്സ്. അപ്പൊ ഈ 3 രീതിയിൽ ആന്റി മലേറിയൽ ഡ്രഗ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലൈഫ് സൈക്കിൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ നമ്മള് ഇനി ആന്റി മലേറിയൽ ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ, അതായത് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ, അത് ആക്ട് ചെയ്യുന്ന രീതി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന് മുന്നേ ആ ഒരു പ്ലാസ്മോഡിയത്തിന്റെ ആ ഒരു ലൈഫ് സൈക്കിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ നമുക്കറിയാം മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാ? കുറെ സ്പീഷീസ് എന്നാൽ നമ്മൾ കൂടുതലും പഠിക്കുന്ന എന്താണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. അപ്പൊ ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം ഹ്യൂമൻസിന്റെ 2 ടാർഗറ്റ് സൈറ്റ് ഉണ്ട്. ഒന്നാമത് അത് ലിവറിൽ ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ടാമത് റെഡ് ബ്ലഡ് സെൽസിലും. ആദ്യം ഈ ഒരു പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം എന്ന് പറഞ്ഞുള്ള സ്പീഷീസ് ഹ്യൂമൻസിന്റെ ബോഡിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ലിവറിൽ വെച്ചിട്ടാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ലിവറിൽ വെച്ചിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് അസെക്ഷുവൽ വേ ഓഫ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആദ്യം ലിവറിൽ എത്തുന്ന ആ ഒരു ഫോമിന് പറയുന്ന പേരാണ് സ്പോറോസോവൈറ്റ്. സ്പോറോസോവൈറ്റ് ഫോമിലാണ് ഇത് ലിവറിൽ എത്തുക. അതിനുശേഷം ഈ സ്പോറോസോവൈറ്റ് എന്തായിട്ട് മാറും? ഷിസോൺസ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സ്പോറോസോവൈറ്റ് ഷിസോൺസ് ആയിട്ട് മാറും. ഷിസോൺസ് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് മീറോസോവൈറ്റ്സിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഷിസോൺസ് എന്ന് പറയുക. ഈ ഷിസോൺസ് റപ്ചർ ചെയ്തിട്ടാണ് മീറോസോവൈറ്റ്സിനെ റിലീസ് ചെയ്യുന്നത്. ഈ മീറോസോവൈറ്റ്സ് അത് കഴിഞ്ഞിട്ട് എന്തായിട്ട് മാറും? റിംഗ് ഷേപ്ഡ് ട്രോപ്പോസോവൈറ്റ്സും സ്പോറോസോവൈറ്റ്സ് ആയിട്ട് മാറും. അങ്ങനെ മാറാത്ത റിമൈനിങ് ആയിട്ടുള്ള മീറോസോവൈറ്റ്സ് എന്ത് ചെയ്യും? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സിനെ ഫോം ചെയ്യിപ്പിക്കും. ഓക്കെ, RBCയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ ഇൻഫെക്ട് ചെയ്ത് കഴിയുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ മലേറിയയുടെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഒരു പാരസൈറ്റ് നമ്മുടെ RBCനെ ഇൻഫെക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ് ബോഡിയിൽ സിംറ്റംസ് ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം ലിവറിൽ വെച്ചിട്ട് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു, അതിനുശേഷം RBCയിൽ വരുന്നു. RBCയിൽ വെച്ചിട്ട് ഇത് ഇൻഫെക്ട് ആവുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ മലേറിയയുടെ സിംറ്റംസ് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറും. അതായത് ഊകൈനേറ്റ് ഫോർമേഷൻ എന്നാണ് അതിന് പറയുക. ഊകൈനേറ്റ് ഫോർമേഷൻ. ഊകൈനേറ്റ്സ് പിന്നെ എന്തായിട്ട് പിന്നെ മാറും? സ്പോറോസോവൈറ്റ്സ് ആയിട്ട് പിന്നെയും കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു മോസ്കിറ്റോ വന്നിട്ട് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്പോറോസോവൈറ്റ്സ് മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻസിലേക്ക് കയറും. എന്നിട്ട് ഈ ഒരു മോസ്കിറ്റോ വേറൊരാളെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ചെന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻസിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഈ സ്പോറോസോവൈറ്റ്സ് അയാളുടെ ബോഡിയിലേക്ക് റിലീസ് ആവും. പിന്നെ അയാളുടെ ബോഡി ചെന്നിട്ട് എന്ത് ചെയ്യും? അയാളുടെ ബോഡിയിൽ ലിവറിൽ ചെന്നിട്ട് സ്പോറോസോവൈറ്റ്സ് പിന്നെയും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തി ഷിസോൺസ് ആവും. ഷിസോൺസ് റപ്ചർ ചെയ്ത് മീറോസോവൈറ്റ് ആവും. മീറോസോവൈറ്റ് പിന്നെ എന്താവും? RBCയിൽ വന്നിട്ട് ഇൻഫെക്ട് ചെയ്യും. പിന്നെ മീറോസോവൈറ്റ്സ് പിന്നെയും റിംഗ് ഷേപ്ഡ് ട്രോപ്പോസോവൈറ്റ്സും സ്പോറോസോവൈറ്റ്സ് ആയിട്ട് മാറും. അതുപോലെ റിമൈനിങ് ആയിട്ടുള്ള മീറോസോവൈറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറും. അതിനെയാണ് ഊകൈനേറ്റ് ഫോർമേഷൻ എന്ന് പറയുക. ഊകൈനറ്റ്സ് പിന്നെയും സ്പോറോസോവൈറ്റ് ആയിട്ട് മാറും. സ്പോറോസോവൈറ്റ് മോസ്കിറ്റോ വരുമ്പോൾ പിന്നെയും സലൈവറി ഗ്ലാൻസിലേക്ക് പോകുന്നു, പിന്നെയും ഹെൽത്തി. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയാം. അപ്പോ ഈ ആന്റി മലേറിയൽ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഓരോ സ്റ്റേജിലും ചെന്നിട്ട് ആക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ആന്റി മലേറിയൽ ആക്ഷൻ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? കോസൽ പ്രൊഫൈലാറ്റിക്സ്. ഇവിടെ കാഷ്വൽ എന്നാണ്, കോസൽ പ്രൊഫൈലാറ്റിക്സ് എന്നാണ് ഫസ്റ്റ് കാറ്റഗറി. സോ ഫസ്റ്റ് വൺ എന്താണ്? കോസൽ പ്രൊഫൈലാറ്റിക്സ്.
These prevent the maturation of sporozoites in the infected liver cells or erythrocytic invasion, or they destroy them. These are also called as primary tissue schizonticide. അപ്പൊ നമ്മൾ പറഞ്ഞു സ്പോറോസോയിറ്റ്സ് ലിവർ സെല്ലിൽ വെച്ചിട്ട് അസെക്ഷുവൽ മൾട്ടിപ്ലിക്കേഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി എന്തായിട്ട് മാറും? ഷിസോൺസ് ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്പോറോസോവൈറ്റിനെ ലിവറിൽ വെച്ചിട്ട് ഷിസോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു ഏജൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കോസൽ പ്രൊഫൈലാറ്റിക്സ് എന്ന് പറയാ. അതാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ദീസ് പ്രിവെന്റ് ദി മെച്ചുറേഷൻ ഓഫ് സ്പോറോസോവൈറ്റ്സ് ഇൻ ദ ഇൻഫെക്റ്റഡ് ലിവർ സെൽസ് ഓർ എറിത്രോസൈറ്റിക് ഇൻവേഷൻ. എറിത്രോസൈറ്റിക് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്പോറോസോവൈറ്റ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഷിസോണ്ട് ആയി മാറിയാലാണ് ഇവർ എന്ത് ചെയ്യുക? ആർബിസിനെ ചെന്നിട്ട് ഇൻവേഡ് ചെയ്യുക. അതാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർബിസിനാണ് എറിത്രോസൈറ്റ് എന്ന് പറയാം. അപ്പൊ എറിത്രോസൈറ്റിനെ ചെന്നിട്ട് ഇൻവേഡ് ചെയ്യും. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാണ്. അപ്പൊ പ്രിവെന്റ് ദി മെച്ചുറേഷൻ ഓഫ് സ്പോറോസോവൈറ്റ്സ് ഇൻ ദ ഇൻഫെക്റ്റഡ് ലിവർ സെൽസ് ഓർ എറിത്രോസൈറ്റിക് ഇൻവേഷൻ ഓർ ദേ ഡിസ്ട്രോയ് ദം. അതിനെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഇതിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? പ്രൈമറി ടിഷ്യൂ ഷിസോണ്ടിസൈഡ്. പ്രൈമറി ടിഷ്യൂ ഷിസോണ്ടിസൈഡ് എന്നും പറയും. പ്രൈമറി ടിഷ്യൂ ഷിസോണ്ടിസൈഡ്. നമുക്കറിയാം സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ കില്ല് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹിബിറ്റ് ചെയ്യുക. കില്ല് ചെയ്യുന്ന മീനിങ്ങിനാണ് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് ടേം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈമറി ടിഷ്യൂ ഷിസോണ്ടിസൈഡ്. ഷിസോണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതാണ് എന്ത്? കോസൽ പ്രൊഫൈലാറ്റിക്സ്. സെക്കൻഡ് വൺ എന്താണ്? സപ്രസീവ്. സപ്രസീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ഓൾസോ കോൾഡ് ആസ് ഷിസോണ്ടിസൈഡ്. അപ്പൊ ഇതിനെ നമ്മൾ ജനറലി പറയാ എന്താ? ഷിസോണ്ടിസൈഡ് എന്ന് തന്നെയാണ്. പ്രൈമറി ടിഷ്യൂ ഷിസോണ്ടിസൈഡ് ആണ് കോസൽ പ്രൊഫൈലാറ്റിക്സ്. ഷിസോണ്ടിസൈഡ് എന്താണ്? സപ്രസീവ്. ദേ ഇൻഹിബിറ്റ് എറിത്രോസൈറ്റിക് ഷിസോഗണി ആൻഡ് കോൺസിക്വന്റ്ലി പ്രിവെന്റ് ദി റപ്ചർ ഓഫ് ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്പോറോസോയിറ്റ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി എന്തായിട്ട് മാറി? ഷിസോൺസ് ആയിട്ട് മാറി. മറ്റേ ഫസ്റ്റ് സ്റ്റേജിൽ ഷിസോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് അപ്പൊ തന്നെ പോയിട്ട് അത് ആ ഒരു സ്റ്റെപ്പിന് അപ്പൊ തന്നെ ചെന്നിട്ട് ഇൻഹിബിറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു കേസിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ ഒരു കൺവേർട്ട് ആയ സ്പോറോസോയിറ്റിൽ നിന്ന് കൺവേർട്ട് ആയ ഷിസോണ്ടിനെ ഡയറക്റ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. ആൻഡ് കോൺസിക്വന്റ്ലി പ്രിവെന്റ് ദ റപ്ചർ ഓഫ് ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ്. അപ്പൊ നമുക്കറിയാം ഷിസോണ്ട് എന്തായിട്ട് മാറും? ഷിസോണ്ട് റപ്ചർ ചെയ്തിട്ട് ഷിസോണ്ട് ആർബിസിനെ ചെന്നിട്ട് ഇൻഫെക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റപ്ചർ ചെയ്ത് മീറോസോയിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ആർബിസിനെ ചെന്ന് ഷിസോണ്ട് അഫക്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് റപ്ചർ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? മീറോസോയിറ്റ് ഫോം ചെയ്യും. അപ്പോ ഈ ഒരു സ്റ്റെപ്പിനെ ഇത് പ്രിവെന്റ് മീൻസ് ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം? ഇറ്റ് പ്രിവെന്റ് ദി റപ്ചർ ഓഫ് ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ്. ഇൻഫെക്ഷൻ വന്ന ആർബിസിന്റെ റപ്ചറിനെ അത് പ്രിവെന്റ് ചെയ്യാണ്. ഇൻ ദിസ് കേസ് ഇൻഫെക്ഷൻ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂർഡ് ബട്ട് ദ റിഗേഴ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ ആർ പ്രിവെന്റഡ്. നമുക്കറിയാം ആർബിസിയിൽ വന്നിട്ട് അഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ മലേറിയയുടെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഇത് അഫക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അങ്ങനെയുള്ള സിംറ്റംസ്, അതായത് ഷിവറിങ്, അതുപോലെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആവുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യാണ് ഇവിടെ? അതായത് അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഇവിടെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് സെക്കൻഡ് വൺ. എന്താണ്? സപ്രസീവ്. ഫസ്റ്റ് വൺ കോസൽ പ്രൊഫൈലാറ്റിക്, സെക്കൻഡ് വൺ സപ്രസീവ്. തേർഡ് വൺ എന്താണ്? റാഡിക്കൽ ക്യൂറേറ്റീവ്സ്. ദീസ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഹെൽപ്സ് ഇൻ ദ ഇറാഡിക്കേഷൻ ഓഫ് എറിത്രോസൈറ്റിക് ആസ് വെൽ ആസ് എക്സോ എറിത്രോസൈറ്റിക് ഷിസോജനി. അതായത് ആർബിസിയുടെ അകത്തും എക്സോ എറിത്രോസൈറ്റിക്, ആർബിസിയുടെ പുറത്തും, അതായത് ചിലപ്പോൾ ലിവർ സെല്ലിലായിരിക്കാം. അപ്പോ അങ്ങനെയുള്ള രണ്ട് സ്റ്റേജിലുള്ള ഷിസോജനീനെ എന്ത് ചെയ്യും? ഇറാഡിക്കേറ്റ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് റാഡിക്കൽ ക്യൂറേറ്റീവ്സ് എന്ന് പറയാം. ദിസ് റിസൾട്ട്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് റിലാപ്സ്. അപ്പോൾ ഫർദർ ആയിട്ട് ഈ ഒരു ഡിസീസ് പ്രോഗ്രസിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ആർട്ടിമിസിയ ആനുല ആൻഡ് സിങ്കോണ ആർ ദ കോമൺലി യൂസ്ഡ് ആന്റി മലേറിയൽ ഡ്രഗ്സ്. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സിലബസിൽ നമുക്ക് സിങ്കോണയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ആന്റി മലേറിയൽ ഡ്രഗ്സിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? സിങ്കോണ. നമ്മളിപ്പോ ജസ്റ്റ് ആന്റി മലേറിയൽ ഡ്രഗ്സ് എന്താന്ന് പറഞ്ഞു, മലേറിയയുടെ സിംറ്റംസ് പറഞ്ഞു, അതുപോലെ മലേറിയ ഉണ്ടാക്കുന്ന ആ ഒരു കോസേറ്റീവ് ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ ബ്രീഫ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. അതിന്റെ രീതിയിൽ ആ മെക്കാനിസം ഓഫ് ആക്ഷന്റെ ബേസിസിൽ 3 ടൈപ്പ് ഓഫ് ആന്റി മലേറിയൽ ഡ്രഗ്സ് ഉണ്ട്: കോസൽ പ്രൊഫൈലാറ്റിക്സ്, സപ്രസീവ് ആൻഡ് റാഡിക്കൽ ക്യൂറേറ്റീവ്സ്. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡ്രഗിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്താണ്? ഫസ്റ്റ് വൺ സിങ്കോണ.
അപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മൾ കോഗ്നസി പഠിക്കുമ്പോൾ മുന്നേ ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പോർഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിന്റെ സിനോണിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സിങ്കോണയുടെ കേസിൽ ജെസ്യൂട്ട്സ് ബാർക്ക്, പെറൂവിയൻ ബാർക്ക്, ഇത് രണ്ടുമാണ് സിങ്കോണയുടെ എന്ത് സിനോണിം. ഈ ജെസ്യൂട്ട്സ് ബാർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെസ്യൂട്ട്സ് ബാർക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഏതാണ്? സിങ്കോണ. ജെസ്യൂട്ട്സ് ബാർക്ക് ആൻഡ് പെറൂവിയൻ ബാർക്ക്. ബാർക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ബാർക്ക് എടുക്കുന്നതുകൊണ്ടാണ് സിനോണിമില് ആ ഒരു ബാർക്ക് ടേം കണക്ട് ചെയ്തിട്ട് വന്നേക്കുന്നത്. അപ്പൊ ജെസ്യൂട്ട്സ് ബാർക്കും പെറൂവിയൻ ബാർക്കും ആണ് എന്ത് സിങ്കോണയുടെ സിനോണിംസ്. ബയോളജിക്കൽ സോഴ്സ്, ഇറ്റ് ഈസ് ദ ഡ്രൈഡ് ബാർക്ക് ഓഫ് ദി കൾട്ടിവേറ്റഡ് ട്രീസ് ഓഫ് സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ ഓഫീസ്നാലിസ് ആൻഡ് സിങ്കോണ സോസിറൂബ്ര. അപ്പോ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആ ഒരു പ്ലാന്റിന്റെ ഏത് പാർട്ടാണ്, അതായത് അതിന്റെ ഫ്ലവർ ആണോ, അതിന്റെ ലീഫ് ആണോ, അല്ലെങ്കിൽ അതിന്റെ റൈപ്പൻ ഫ്രൂട്ട് ആണോ, അല്ലെങ്കിൽ ബാർക്ക് ആണോ, അതോ ഒരു ഒലിയോഗം ടൈപ്പ് റെസിൻ ആണോ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടേം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പൊ ഈ സിങ്കോണ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബാർക്കാണ്, ഡ്രൈഡ് ബാർക്കാണ്. അപ്പോൾ ഒറ്റ സ്പീഷീസ് അല്ല, കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസിൽ നിന്നാണ്. എന്തൊക്കെയാണ്? സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ ഓഫീസിനാലിസ് ആൻഡ് സിങ്കോണ സസിറൂബ്ര. അതിന്റെ ഫാമിലി എന്താണ്? റുബിയേസിയെ. അപ്പൊ റുബിയേസിയെ ഫാമിലിയാണ് സിങ്കോണയുടെ ഫാമിലി. ഇനി ഇറ്റ് കണ്ടെയ്ൻസ് നോട്ട് ലെസ് ദാൻ 6% ഓഫ് ആൽക്കലോയിഡ്സ് ഓഫ് സിങ്കോണ. നമുക്കറിയാം സിങ്കോണയുടെ മെയിൻ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഏതായിരിക്കും? സിങ്കോണിൻ, അതുപോലെ ക്വിനിൻ, ക്വിനിഡിൻ, സിങ്കോണിഡിൻ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് സിങ്കോണയിൽ വരുന്നത്. അപ്പൊ ആ ഒരു ആൽക്കലോയിഡ്സ് എന്തായിരിക്കണം? 6% താഴാതെയെങ്കിലും എത്ര ഉണ്ടായിരിക്കണം? ആ ഒരു ആൽക്കലോയിഡൽ കണ്ടന്റ് സിങ്കോണയിൽ ഉണ്ടായിരിക്കണം. ഇനി ജോഗ്രഫിക്കൽ സോഴ്സ്, ഇപ്പൊ ഏതൊക്കെ സ്ഥലത്താണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? സേർ, ഇന്തോനേഷ്യ, താൻസാനിയ, ബൊളീവിയ, കൊളംബിയ, ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏതൊക്കെ ഡിസ്ട്രിക്ട്സ് ആണ്? തമിഴ്നാടു, വെസ്റ്റ് ബംഗാൾ, കർണാടക, ആസാം ആൻഡ് സിക്കിം. അപ്പോൾ മെയിൻ ആയിട്ട് ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ചില പ്ലാന്റ്സ് അല്ലെങ്കിൽ ചില ഡ്രഗ്സ് പഠിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒറ്റ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമുക്കറിയാം. അതായത് ഡിജിറ്റാലിസ് ഒക്കെ പഠിക്കുമ്പോൾ ഒറ്റ സ്റ്റേറ്റ്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒറ്റ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിങ്കോണയുടെ കേസിൽ കുറച്ച് കൂടുതൽ സ്റ്റേറ്റ്സ് ഉണ്ട്. ജസ്റ്റ് സ്റ്റേറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. തമിഴ്നാടു, വെസ്റ്റ് ബംഗാൾ, കർണാടക, ആസാം ആൻഡ് സിക്കിം. ഗവൺമെന്റ് ഫാക്ടറീസ് എക്സ്ട്രാക്ടിങ് സിങ്കോണ ആൽക്കലോയിഡ്സ് ആർ മൊങ്പോ ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് അണ്ണാമലൈസ് ഇൻ തമിഴ്നാടു. അപ്പൊ ഈ രണ്ട് ഗവൺമെന്റ് ഫാക്ടറീസ് ആണ് സിങ്കോണ എന്ത് ചെയ്യുന്നത്? സിങ്കോണയിലുള്ള ആൽക്കലോയിഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഗവൺമെന്റ് ഫാക്ടറീസ് ആണ്, ഒന്ന് വെസ്റ്റ് ബംഗാളിലും ഒന്ന് തമിഴ്നാടും. അപ്പോ സിനോണിം എന്താണ്? ജെസ്യൂട്ട്സ് ബാർക്ക് ആൻഡ് പെറൂവിയൻ ബാർക്ക്. ബയോളജിക്കൽ സോഴ്സ് എന്താ? ഇറ്റ് ഈസ് എ ഡ്രൈഡ് ബാർക്ക് ഒബ്റ്റെയിൻഡ് ഫ്രം ദി സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ ഓഫീസ്നാലിസ് ആൻഡ് സിങ്കോണ സോസിറൂബ്ര ബിലോങ്ങിങ് ടു ദ ഫാമിലി റുബിയേസിയെ. പിന്നെ അതിനകത്ത് എത്ര പെർസെന്റേജിൽ കുറയാതെ ആൽക്കലോയിഡ്സ് വേണം? 6%, നോട്ട് ലെസ് ദാൻ 6%. പിന്നെ ജോഗ്രഫിക്കൽ സോഴ്സിൽ കുറച്ച് കൺട്രീസ് ഉണ്ട്, അതല്ലാണ്ട് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ, ആസാം, കർണാടക ആൻഡ് തമിഴ്നാടു. അടുത്തത് അതിന്റെ കളക്ഷൻ ആൻഡ് കൾട്ടിവേഷൻ. So the plant grows at an altitude of 1000 to 3000 meters above sea level. അപ്പോ ഒരു 1000 to 3000 meters above sea level, അത്രയും ഹൈറ്റിൽ ആ ഒരു ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ പ്ലാന്റ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്രയാണ്? 10 degree Celsius to 30 degree Celsius. ഒപ്റ്റിമം റെയിൻഫോൾ 250 to 380 centimeters. പിന്നെ സോയിൽ എന്താണ്? ലൈറ്റ്, വെൽ ഡ്രെയിൻഡ് ഫോറസ്റ്റ് സോയിൽ, റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ is the best suitable for Syngona cultivation. Acidic soil with a pH of 4.2 to 5.6 and a little nitrogen content is found best for Syngona. അതായത് അത്യാവശ്യം കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉള്ള ഡ്രൈ ആയിട്ടുള്ള സോയിൽ അല്ല, കുറച്ച് വെൽ ഡ്രെയിൻഡ് ഫോറസ്റ്റ് സോയിൽ, നല്ല ഓർഗാനിക് ഹ്യൂമസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു സോയിൽ ആയിരിക്കണം സിങ്കോണ കൾട്ടിവേഷന് കുറച്ചും കൂടി ഒപ്റ്റിമം ആയിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി അസിഡിക് നേച്ചർ ഉള്ള സോയിൽ ആയിരിക്കും. ദാറ്റ് മീൻസ് pH 4.2 to 5.6, ഒരു 6ന് താഴെയായിട്ട് ഉള്ള റേഞ്ചിൽ വരുന്ന pH ഉള്ള സോയിൽ ആയിരിക്കും. അതുപോലെ കുറച്ച് എമൗണ്ട് ഓഫ് നൈട്രജൻ കണ്ടന്റും വേണം. നൈട്രൈറ്റ്സ്, അമോണിയ, അങ്ങനത്തെ കുറച്ച് നൈട്രജൻ കണ്ടന്റും വേണം. സിങ്കോണ കൾട്ടിവേഷന് കുറച്ചും കൂടി ഒപ്റ്റിമം ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള സോയിൽ ആണത്. പിന്നെ ഹൈ ഹ്യൂമിഡിറ്റി, സ്ലോപ്പിംഗ് സിറ്റുവേഷൻ ആൻഡ് ഷെൽട്ടർ ഫ്രം വിൻഡ്. നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. പിന്നെ സ്ലോപ്പിംഗ് സിറ്റുവേഷൻ, സ്ലോപ്പിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കൂടുതലും സിങ്കോണാസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. പിന്നെ ഷെൽട്ടർ ഫ്രം വിൻഡ്.
പ്രൊപ്പഗേഷൻ ഇസ് ബൈ സോയിങ് ദ സീഡ്സ് ഓർ ബഡ്ഡിങ് ഓർ ലെയറിങ്. അപ്പൊ നമുക്കറിയാം പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. കട്ടിംഗ് ഉണ്ട്, ലെയറിംഗ് ഉണ്ട്, ബഡ്ഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സീഡ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോ ചെയ്യാം. അപ്പൊ സിങ്കോണയുടെ കേസിൽ എന്താ മെയിൻ ആയിട്ടും സീഡ്സ് നമുക്ക് സോ ചെയ്യാം. അതുപോലെ ബഡ്ഡിംഗ് ഉണ്ട്, അതുപോലെ ലെയറിംഗ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഉള്ള 2-3 സ്റ്റേറ്റ്സ് നമ്മൾ പറഞ്ഞു. തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആസാം, കർണാടക, സിക്കിം, അങ്ങനെ 2-3 സ്റ്റേറ്റ്സ് പറഞ്ഞു. തമിഴ്നാടുവിൽ ബഡ്ഡിംഗ് ആൻഡ് ലെയറിംഗ് മെത്തേഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിൽ ബഡ്ഡിംഗ് മാത്രമാണ്. അപ്പോൾ കൾട്ടിവേഷൻ ആൻഡ് കളക്ഷനിൽ ജസ്റ്റ് ഓർത്തിരിക്കുക അതിന്റെ ഏത് രീതിയിലുള്ള പ്രൊപ്പഗേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. സീഡ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാം, ബഡ്ഡിങ് പറ്റും, അതുപോലെ ലെയറിംഗും പറ്റും. തമിഴ്നാട്ടിൽ ബഡ്ഡിങ്ങും ലെയറിംഗും ആണ്, വെസ്റ്റ് ബംഗാളിൽ ബഡ്ഡിങ് മാത്രമാണ്. Next, the seeds are sown in boxes and the seedlings are transplanted to nurseries when they reach a height of 5 centimeter. The nurseries are covered by a roof so as to protect the seedlings from sunlight. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ഈ സീഡ്സ് കുഞ്ഞു ബോക്സിൽ നമ്മൾ സോ ചെയ്തിടും, കുഞ്ഞു ബോക്സിൽ. എന്നിട്ട് അത് സീഡ്ലിംഗ് ആകുമ്പോൾ ഒരു കുഞ്ഞു ചെറുതായിട്ട് അത് സ്പ്രൗട്ട് ചെയ്ത് ഒരു ചെറിയ പ്ലാന്റ് ആകുമ്പോൾ നമ്മളിത് പ്ലാന്റ് നഴ്സറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്ലാന്റിന് നമ്മൾ ഈ ഒരു 5 സെന്റിമീറ്റർ ഹൈറ്റ് വരുമ്പോഴേക്കും അത്രയും അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ടോപ്പിൽ നമ്മൾ കവർ ചെയ്യും. നഴ്സറീസിന്റെ ടോപ്പ് നമ്മളൊരു റൂഫ് വെച്ചിട്ട് കവർ ചെയ്യും. എന്തുകൊണ്ടാ, ഈ ഒരു ഗ്രോ ചെയ്ത് വരുന്ന ഈ ചെറിയ പ്ലാന്റിനെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ചെറിയ ബോക്സിൽ നമ്മൾ ആദ്യം ഈ സീഡ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സീഡ്ലിംഗ് ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നഴ്സറിയിലേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. പിന്നെ ഈ ഒരു പ്ലാന്റിന് ഒരു 5 സെന്റിമീറ്റർ കുറച്ച് ഹൈറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നഴ്സറിയുടെ ടോപ്പ് എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യും ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദി സൺലൈറ്റ്. ദ പ്ലാന്റ് ഈസ് allowed to grow 6 years and then the first crop is cultivated by co-piecing, uprooting or by felling method. അപ്പൊ നമുക്കറിയാം ഈ പ്ലാന്റ് ഒരു 6 വർഷത്തേക്ക് നമ്മൾ ഇതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വിട്ടുകൊടുക്കും. ഈ ഒരു 6 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോപ്പീസിംഗ് വഴിയോ അപ്രൂട്ടിംഗ് വഴിയോ അല്ലെങ്കിൽ ഫെല്ലിംഗ് മെത്തേഡ്. കോപ്പീസിംഗ് അപ്രൂട്ടിംഗ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതൊരു സോയിലാണ്, ഇതൊരു ട്രീ ആണ്. ഇങ്ങനെയാണെങ്കിൽ അപ്രൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സോയിലിൽ നിന്ന് ഫുൾ ആയിട്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസസ് ആണ് അപ്രൂട്ടിംഗ്. കോപ്പീസിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബേസിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രീനെ കട്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, ഈ ട്രീക്ക് ഫർദർ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. അതാണ് കോപ്പീസിംഗ് മെത്തേഡ്. അപ്രൂട്ടിംഗ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. കോപ്പീസിംഗ് ബേസിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്യും. പിന്നെ ഫെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് താഴത്തേക്ക് ഇടാം. അപ്പോ കോപ്പീസിംഗ് വഴിയും അപ്രൂട്ടിംഗ് വഴിയും ഫെല്ലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ ഒരു ട്രീനെ നമ്മൾ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ബാർക്കിനെ നമ്മൾ കളക്ട് ചെയ്യും. ദ ബാർക്ക് ഇസ് കളക്റ്റഡ് ടിൽ 9 years. ഇപ്പൊ നമ്മൾ 6 വർഷം വരെ പ്ലാന്റിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വിട്ടുകൊടുക്കും. അത് കഴിഞ്ഞിട്ട് 9 years വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാർക്ക് നമുക്ക് കളക്ട് ചെയ്യാം ഈ ഒരു ട്രീയുടെ. ആൻഡ് ദെയർ ആഫ്റ്റർ ദ ആൽക്കലോയിഡ് കണ്ടന്റ് ഡിക്രീസ്. അപ്പൊ എന്തുകൊണ്ടാണ് 9 years കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അതിന്റെ ബാർക്ക് നമ്മൾ കളക്ട് ചെയ്യാത്തത്? 9 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിനകത്തുള്ള ആൽക്കലോയിഡ്സ്, അതായത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് ഡിപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ 9 years വരെ മാക്സിമം ഇതിനകത്ത് ബാർക്ക് കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ റെയിനി സീസൺ ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സീസൺ ഫോർ കളക്ഷൻ. റെയിനി സീസണിലാണ് കൂടുതലും ഈ ബാർക്ക് കളക്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള season. The trunks and the branches are beaten to lose the periderm and the bark is removed into small pieces of 45 centimeter long and 12 centimeter wide. നമുക്കറിയാം ബാർക്കിനെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ടേം ആണ് പെരിഡം. പെരിഡമിൽ തന്നെ എന്തൊക്കെയുണ്ട്, ഫെല്ലം ഉണ്ട്, ഫെല്ലോഡം ഉണ്ട്, ഫെല്ലോജൻ ഉണ്ട്. ബാർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പെരിഡം എന്ന് പറയാ. അതിൽ തന്നെ ഫെല്ലം വരുന്നുണ്ട്, ഫെല്ലോഡേം വരുന്നുണ്ട്, ഫെല്ലോജൻ വരുന്നുണ്ട്.
അതായത് വേറൊന്നുമില്ല, കോർ കേമ്പിയം ആൻഡ് സെക്കൻഡറി കോർട്ടെക്സ്, അതാണ് ഫെല്ലം, ഫെല്ലോഡം, ഫെല്ലോജൻ. അപ്പൊ പെരിഡം എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ബാർക്കിന്റെ ജനറൽ ആയിട്ട് പറയുന്നതാണ് പെരിഡം. അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ പ്ലാന്റ് ട്രീയുടെ ട്രങ്ക്സും, അതായത് ആ നടുക്കത്തെ ആ ഒരു പാർട്ടും അതുപോലെ അതിന്റെ ബ്രാഞ്ചസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും, ടു ലൂസ് ദ പെരിഡം, അതിനകത്തുനിന്ന് ആ ഔട്ടർ ബാർക്കിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് കുഞ്ഞു എത്ര ഒരു 45 സെന്റിമീറ്റർ ലെങ്ത്തും ആ ഒരു സൈസ് ഓർത്തിരുന്നാലും കുഴപ്പമില്ല, കുഞ്ഞു സൈസുള്ള ചെറിയ പീസായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റും. അപ്പൊ ഇതാണ് എന്ത്, അതിന്റെ കളക്ഷൻ ആൻഡ് കൾട്ടിവേഷൻ. പിന്നെ 2 പോയിന്റും കൂടെ ഉണ്ട്. ദി ആർ ദെൻ ഡ്രൈഡ് അണ്ടർ സൺ ഓർ ബൈ ആർട്ടിഫിഷ്യൽ ഹീറ്റ് ബൈ പ്രൊവൈഡിങ് ദ ഷെയ്ഡ്. ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡ്രൈ ചെയ്തെടുക്കാം. ഡ്യൂറിംഗ് ഡ്രൈയിങ് ദ ബാർക്ക് അറ്റൈൻസ് ക്വിൽ ഷേപ്പ് ആൻഡ് ദ കളർ ചേഞ്ചസ് ഫ്രം റെഡ് ടു ബ്രൗണിഷ് റെഡ്. അപ്പൊ നമുക്കറിയാം ഓരോ ബാർക്കിനും ഓരോരോ ഷേപ്പാണ്. അപ്പോ ഈ സിങ്കോണയുടെ കേസിൽ ഇവർ പറഞ്ഞേക്ക ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ക്വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പിനെയാണ് ക്വിൽ. സിമ്പിൾ ക്വിൽ ഉണ്ട്, കോമ്പൗണ്ട് ക്വിൽസ് ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഷേപ്പുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വിൽ ഷേപ്പ് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാർക്ക് ഇങ്ങനെ ചുരുണ്ട് അതിന്റെ അകത്തേക്ക് കയറും, എന്നിട്ട് ഒരു ക്വിൽ ഷേപ്പ് ഇത് അറ്റൈൻ ചെയ്യും. അപ്പൊ അതിന്റെ കളർ സ്റ്റാർട്ടിങ് റെഡ് ആണെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇതൊരു ബ്രൗണിഷ് റെഡ് അറ്റൈൻ ചെയ്യും. അപ്പൊ ഇതാണ് കളക്ഷൻ ആൻഡ് കൾട്ടിവേഷൻ. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതാണ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. അതായത് മാക്രോസ്കോപ്പിക് ക്യാരക്ടേഴ്സിനെയാണ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുക. കളർ, the outer surface is yellowish to brown with short fractures and the inner surface varies in all the 4 species like Syngona calisaya and Syngona ledgeriana is yellowish, Syngona officinalis is slightly brown and Syngona sucirubra is reddish brown. അതായത് ജനറലി പറയുമ്പം ഒരു യെല്ലോയിഷ് ടു ബ്രൗൺ കളർ ആണ് എക്സ്റ്റേണലി ഈ ബാർക്കിനുള്ളത്. വിത്ത് ഷോർട്ട് ഫ്രാക്ചേഴ്സ്, അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല, കുറച്ച് റഫ് ആയിട്ടുള്ള, അതായത് റിഡ്ജസും ഗ്രൂവ്സ് ഒക്കെ വരുന്ന പോലത്തെ ഫ്രാക്ചർ, അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് ഇതിന് വരുന്നത്. ഔട്ടർ സർഫസ് എല്ലാത്തിനും ഒരു യെല്ലോയിഷ് ടു ബ്രൗൺ കളറാണ്. പക്ഷെ ഇന്നർ സർഫസ് എന്താണ്, ഓരോ സ്പീഷീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിന്റെ ഇന്റേണൽ കളർ, അതായത് ഇന്നർ സർഫസിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് സിങ്കോണ കാലിസായ ആൻഡ് സിങ്കോണ ലെഡ്ജറിയാന ആണെങ്കിൽ എന്താ, അതിനൊരു യെല്ലോയിഷ് കളറാണ്. ഇത് ചിലപ്പോ ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോ അങ്ങനെ ചോദിക്കാം. കുറെ സ്പീഷീസ് ഉള്ളപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സിങ്കോണ കാലിസായ ആൻഡ് സിങ്കോണ ലെഡ്ജറിയാന എന്ത് കളറാ, യെല്ലോയിഷ് കളറാ. അതുപോലെ സിങ്കോണ ഒഫീസിനാലിസ് എന്ത് കളറാണ്, ഒരു സ്ലൈറ്റ്ലി ബ്രൗൺ കളർ. സിങ്കോണ സൂസിറുബ്ര എന്താണ്, ഒരു റെഡിഷ് ബ്രൗൺ, അതായത് യെല്ലോയിഷ് കളർ വരുന്നുണ്ട്. അതുപോലെ ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു റെഡിഷ് ബ്രൗൺ കളർ വരുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് കളർ വരുന്നുണ്ട്. ഇതില് യെല്ലോയിഷ് ബ്രൗൺ 2 സ്പീഷീസ് ഉണ്ട്. ഏതൊക്കെയാ, സിങ്കോണ കാലിസായിക്കും അതുപോലെ സിങ്കോണ ലെഡ്ജറിയാന. കാലിസായിക്കും സിങ്കോണ ലെഡ്ജറിയാനയ്ക്കുമാണ് എന്ത് കളർ വരുന്നത്, ഒരു യെല്ലോയിഷ് കളർ വരുന്നത്. അടുത്തത് യെല്ലോയിഷ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു സ്ലൈറ്റ്ലി ബ്രൗൺ കളർ, അത് ഇതാണ് സിങ്കോണ ഒഫീസിനാലിസ്. അടുത്തൊരു റെഡിഷ് ബ്രൗൺ, അത് സിങ്കോണ സൂസിറുബ്ര. ഓക്കെ, അപ്പോ അതാണ് അതിന്റെ കളർ വേരിയേഷൻ. ഇനി ഓർഡർ എന്താണ്, ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഓർഡർ, അതായത് ഒരു നമുക്ക് അഗ്രിയബിൾ അല്ല, പഞ്ചന്റ് അങ്ങനത്തെ ഓർഡർ ഒന്നും അല്ല, ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർഡർ ആണ് സിങ്കോണയ്ക്കുള്ളത്. ടേസ്റ്റ് ഹൈലി ബിറ്റർ ആൻഡ് ആസ്ട്രിഞ്ചൻ ടേസ്റ്റ്, ഒരു ബിറ്റർ ആയിട്ടുള്ളതും അതുപോലെ ഒരു ആസ്ട്രിഞ്ചൻ ടൈപ്പ് ഓഫ് ടേസ്റ്റും ആണ്. ഷേപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കർവ്ഡ് ആണ്, നമുക്കറിയാം ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ തന്നെ ഊഹിക്കാം ഒരു കർവ് ഷേപ്പ് ആണ്. ക്വില്ലാണ്, അതായത് ഡബിൾ ക്വില്ലാണ് ഇതിന് വരുന്നത്. പിന്നെ സൈസ്, ലെങ്ത്തും തിക്നെസ്സും പറഞ്ഞിട്ടുണ്ട്. 30 സെന്റിമീറ്റർ ലോങ് ആൻഡ് 2 to 7 millimeter thick. എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഔട്ടർ സർഫസ് കൺസിസ്റ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ക്രാക്സ്, ഫിഷേഴ്സ് ആൻഡ് റിഡ്ജസ്. അതായത് അതിന്റെ ഔട്ടർ സർഫസ് സ്മൂത്ത് അല്ല, അതിനകത്ത് കുറച്ച് ഗ്രൂവ്സും ഇപ്പോ ഇങ്ങനെയാണ് അതിന്റെ ബാർക്ക് വരുന്നെങ്കിൽ കുറെ റിഡ്ജസും ഗ്രൂവ്സും കുറെ കുഴികളും അല്ലെങ്കിൽ ക്രാക്കുകളും വിള്ളല് പോലെ അങ്ങനെയൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാർക്ക് ആയിരിക്കില്ല, കുറച്ചും കൂടി റഫ് നേച്ചർ ആയിരിക്കും.
ഇതാണ് അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചർ. അടുത്തതിന്റെ മൈക്രോസ്കോപ്പിക് ഫീച്ചർ. മൈക്രോസ്കോപ്പിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസിനെ നമുക്ക് അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇതൊരു ബാർക്കാണ്, അതായത് പെരിഡേം ആണ്. അപ്പോൾ പെരിഡേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 3 ലെയർ വരുന്നുണ്ട്. കോർക്ക്, കോർക്കേംബിയം ആൻഡ് സെക്കൻഡറി കോർട്ടെക്സ്, അതായത് ഫെല്ലം, ഫെല്ലോഡേം ഓർ ഫെല്ലോജൻ. അപ്പൊ ഫസ്റ്റ് എന്താ പറയാ, ദ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ബാർക്ക് ഷോസ് കോർക്ക്. ഔട്ടർ ലെയർ എന്താണ്, ഒരു കോർക്കാണ്. സോ ദ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർക്കാണ്. കോർക്ക് ഈസ് കമ്പോസ്ഡ് ഓഫ് യൂണിഫോംലി അറേഞ്ച്ഡ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വോൾഡ് സെൽസ്. അതായത് യൂണിഫോം അറേഞ്ച്മെന്റ് ആയിട്ടുള്ള തിൻ വോൾഡ് ആയിട്ടുള്ള പാരന്റ് കൈമാറ്റ സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയർ ആണ് കോർക്ക്. ഇറ്റ് കണ്ടെയ്നിങ് അമോർഫസ് റെഡിഷ് ബ്രൗൺ മാറ്റർ. അതിനകത്ത് അമോർഫസ് ആയിട്ടുള്ള എന്തോ ഒരു റെഡിഷ് ബ്രൗൺ ടൈപ്പ് സബ്സ്റ്റൻസും അടങ്ങിയിട്ടുണ്ട്, മാറ്ററും അടങ്ങിയിട്ടുണ്ട്. ഏതില്, കോർക്കില്. ബിലോ കോർക്ക് ഇസ് എ റീജിയൻ ഓഫ് കോർട്ടെക്സ്. നമുക്കറിയാം കോർക്ക് കഴിഞ്ഞാൽ ശരിക്കും ഒരു കോർക്കേംബിയത്തിന്റെ ഒരു ലെയർ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി കോർട്ടെക്സ് വരിക. അപ്പൊ ഇവിടെ പറയുന്ന കോർക്കിന് താഴെയായിട്ട് ഒരു കോർട്ടെക്സ് റീജിയൻ ഉണ്ട്. കോർട്ടെക്സിൽ എന്തുണ്ട്, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടാൻജൻഷ്യലി ഇലോങ്ങേറ്റഡ് പാരന്റ് കൈമാറ്റ സെൽ. മറ്റവിടെ എന്തായിരുന്നു, യൂണിഫോംലി അറേഞ്ച്ഡ് തിൻ വോൾഡ് പാരന്റ് കൈമാറ്റ സെൽസ് ആയിരുന്നു. ഇവിടെ ടാൻജൻഷ്യലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാരന്റ് കൈമാറ്റ സെൽസ് ആണ്, വിത്ത് റെഡിഷ് ബ്രൗൺ ആൻഡ് തിൻ വോൾസ് കണ്ടെയ്നിങ് സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ്. അപ്പോൾ സ്റ്റാർച്ച് ഗ്രെയിൻസിന്റെ പ്രസൻസ് ഉണ്ട്. ചിലപ്പോ ചില ഡ്രഗ്സിന് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആബ്സെന്റ് ആണ്, ചില ഡ്രഗ്സിൽ സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഏത് ഡ്രഗിലാണ് തന്നിരിക്കുന്ന ഡ്രഗ്സിൽ ഏതിലാണ് സ്റ്റാർച്ച് ഗ്രെയിൻ പ്രസന്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ സിങ്കോണയും പിന്നെ 3 എണ്ണത്തിൽ സ്റ്റാർച്ച് ഗ്രെയിൻ ഇല്ലാത്ത തന്നാൽ അപ്പോൾ ഓർത്തിരിക്കുക സിങ്കോണയിൽ സ്റ്റാർച്ച് ഗ്രെയിൻ പ്രസന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇഡിയോബ്ലാസ്റ്റ് കണ്ടെയ്നിങ് മൈക്രോ ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുള്ള ഇഡിയോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. അതുപോലെ സെക്രീഷൻ സെൽസ് ആർ സ്കാറ്റേർഡ് ഇൻ ദ കോർട്ടെക്സ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി, കോർട്ടെക്സിൽ ടാൻജൻഷ്യലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാരന്റ് കൈമാറ്റ സെൽസ് ഉണ്ട്. അപ്പൊ ഈ പാരന്റ് കൈമാറ്റ സെൽസ് കൂടാണ്ട് കോർട്ടെക്സിൽ എന്തും കൂടി ഉണ്ട്, കുറച്ച് സെക്രീറ്ററി സെൽസും കൂടി ഉണ്ട്. അപ്പൊ കോർട്ടെക്സിൽ എന്താ ഉള്ളത്, സെക്രീറ്ററി പാരന്റ് കൈമാറ്റ സെൽസ് ഓൾറെഡി ഉണ്ട്. പാരന്റ് കൈമാറ്റ സെൽസ് പ്ലസ് സെക്രീറ്ററി സെൽസ്. പാരന്റ് കൈമാറ്റ സെൽസ് ഉണ്ട്, അതുപോലെ സെക്രീറ്ററി സെൽസ് ഉണ്ട്. അപ്പോ ട്രാൻസ്ഫർ സെക്ഷൻ, ഫസ്റ്റ് വൺ കോർക്ക്. കോർക്ക് കൺസിസ്റ്റ് ഓഫ് യൂണിഫോംലി അറേഞ്ച്ഡ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വോൾഡ് സെൽസ് കണ്ടെയ്നിങ് അമോർഫസ് റെഡിഷ് ബ്രൗൺ മാറ്റർ. കോർക്കിന്റെ താഴെ എന്താണ്, ഒരു കോർട്ടെക്സ് ആണ്. കോർട്ടെക്സിൽ എന്താണ്, ടാൻജൻഷ്യലി ഇലോങ്ങേറ്റഡ് പാരന്റ് കൈമാറ്റ സെൽസ് വിത്ത് റെഡ് ബ്രൗൺ ആൻഡ് തിൻ വോൾസ് കണ്ടെയ്നിങ് സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ്. അതുപോലെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുള്ള ഇഡിയോബ്ലാസ്റ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ ദ കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് സം സെക്രീറ്ററി സെൽസ്. പിന്നെ അതുപോലെ വാസ്കുലാർ ബണ്ടിൽസ്. ഈ ഫോട്ടോയിൽ കൊടുത്തേക്കുന്നതാണ് സിങ്കോണ ബാർക്ക്. ആ ഒരു ഷേപ്പും അതിന്റെ ആ ഒരു എക്സ്റ്റേണൽ സർഫസും ഒക്കെ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമുക്കറിയാം ഇതിനകത്ത് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്, അതായത് ഫ്ലോയം ഉണ്ട്, സൈലം ഉണ്ട്. ഫ്ലോയം കൺസിസ്റ്റ് ഓഫ് കംപ്രസ്ഡ് ആൻഡ് കൊളാപ്സ്ഡ് സീവ് ട്യൂബ്സ്. നമുക്കറിയാം സൈലം അതുപോലെ തന്നെ ഫ്ലോയം. സൈലത്തിനും കുറെ എലമെന്റ്സ് ഉണ്ട്, ഫ്ലോയത്തിനും കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഫ്ലോയത്തിനകത്ത് ഇവിടെ എന്തൊക്കെയുണ്ട്, കംപ്രസ്ഡ് ആയിട്ടുള്ളതും കൊളാപ്സ്ഡ് ആയിട്ടുള്ള കുറെ സീവ് എലമെന്റ്സ് ഉണ്ട്, സീവ് ട്യൂബ്സ്. അതുപോലെ ഫ്ലോയം പാരന്റ് കൈമ ഈ സിമിലർ ടു കോർട്ടെക്സ്. കോർട്ടെക്സിനകത്ത് പാരന്റ് കൈമ എങ്ങനെയാണോ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള എന്തുണ്ട്, പാരന്റ് കൈമാറ്റ സെൽസ് ഫ്ലോയത്തിലും ഉണ്ട്. ആൻഡ് ഇറഗുലർലി അറേഞ്ച്ഡ് ലാർജ് സ്പിൻഡിൽ ഷേപ്ഡ് ലിഗ്നിഫൈഡ് ഫൈബേഴ്സ്. അപ്പോ ഫ്ലോയത്തിനകത്ത് വേറെ എന്തും കൂടി ഉണ്ട്, ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ലിഗ്നിൻ റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഒരു ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. പിന്നെ സ്പിൻഡിൽ ഷേപ്പ് ആണ്. സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പാണ്. സോ ഫ്ലോയത്തിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, സീവ് ട്യൂബ്സ് വരുന്നുണ്ട്, പിന്നെ ഫ്ലോയം പാരന്റ് കൈമ വരുന്നുണ്ട്. അത് എന്തിനോട് സിമിലർ ആണ്, കോർട്ടെക്സിലുള്ള പാരന്റ് കൈമയോട് സിമിലർ ആണ്. പിന്നെ സ്പിൻഡിൽ ഇങ്ങനെ വരുന്ന ഒരു സാധനമാണ്. അതിന്റെ 2 എഡ്ജ് എന്താണ്, കുറച്ച് ടേപ്പറിംഗ് ആയിട്ട് വരുന്ന ഒരു എഡ്ജ്, അങ്ങനത്തെയാണ് സ്പിൻഡിൽ എന്ന് പറയാം. അങ്ങനെ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള എന്തും കൂടിയുണ്ട്, ലിഗ്നിഫൈഡ് ഫൈബേഴ്സും കൂടിയുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്താ, മെഡുലറി റേസ് ആർ ഓൾസോ പ്രസന്റ്. മെഡുലറി റേസ് ആർ നാരോ 2 to 3 cells wide and almost straight. മെഡുലറി റേസ് വരുന്നുണ്ട്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് ബാർക്ക് ഷോസ് brick shaped cells of medullary rays, longitudinally elongated cells of phloem parenchyma and fibers with conspicuous pits.
നമ്മൾ ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താ, അതിനകത്ത് മെഡുലറി റേസ് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ബ്രിക്ക് ഷേപ്ഡ് സെൽസ് വെച്ചിട്ടാണ്. മെഡുലറി റേസ് കൂടാണ്ട് അതിനകത്ത് എന്തുണ്ട്, ഫ്ലോയം പാരൻകൈമ ഉണ്ട്. അതുപോലെ തന്നെ കുറെ പിറ്റ്സ്, കുറെ ഇങ്ങനെ ക്യാവിറ്റീസ് പോലത്തെ കുഞ്ഞു കുഞ്ഞു പിറ്റ്സ് ഉണ്ട് അതിനകത്ത്. അടുത്തത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം സിങ്കോണയുടെ മെയിൻ ആയിട്ടുള്ള ആൽക്കലോയിഡ് ഏത്, അതിന് ആന്റി മലേറിയൽ പ്രോപ്പർട്ടി തരുന്ന കുറെ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സും ഉണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 30 കൂടുതൽ ആൽക്കലോയിഡ്സ് ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ മോർ ദാൻ 30 ആൽക്കലോയിഡ്സ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ സിങ്കോണ. ദ ചീഫ്ലി ഐഡന്റിഫൈഡ് ആൽക്കലോയിഡ്സ് ആർ ക്വിനിഡിൻ, ക്വിനിൻ, സിങ്കോണിൻ ആൻഡ് സിങ്കോണിഡിൻ. അപ്പൊ മെയിൻ ആയിട്ട് 30 കൂടുതൽ ആൽക്കലോയിഡ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ്? ക്വിനിഡിൻ, ക്വിനിൻ, സിങ്കോണിൻ ആൻഡ് സിങ്കോണിഡിൻ. ഈ 4 മേജർ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് സിങ്കോണയുടെ അകത്തുള്ള. ദീസ് കോൺസ്റ്റിറ്റ്യുവൻസ് ആർ ദ സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ഈച്ച് അതർ. ലൈക്ക് ക്വിനിൻ ഇസ് ദ സ്റ്റീരിയോ ഐസോമർ ഓഫ് ക്വിനിഡിൻ ആൻഡ് സിങ്കോണിൻ ഈസ് ദ സ്റ്റീരിയോ ഐസോമർ ഓഫ് സിങ്കോണിഡിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്വിനിൻ, ക്വിനിഡിൻ, സിങ്കോണിൻ, സിങ്കോണിഡിൻ. അപ്പോൾ ഇത് 4 എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവരുടെ ഐസോമറിക് ഫോംസ് ആണ്. അതായത് ഇപ്പൊ ക്വിനിൻ എടുക്കുകയാണെങ്കിൽ ക്വിനിഡിന്റെ ഒരു സ്റ്റീരിയോ ഐസോമർ ആണ് ക്വിനിൻ. അതുപോലെ സിങ്കോണിഡിന്റെ ഒരു സ്റ്റീരിയോ ഐസോമർ ആണ് സിങ്കോണിൻ. അപ്പോ അതാണ് മേജർ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ്. അതുപോലെ ക്വിനിയാർനിൻ, സിങ്കോറ്റിൻ, ഹൈഡ്രോക്വിനിൻ, ഹൈഡ്രോസിങ്കോണിഡിൻ, സിങ്കോടാനിക് ആസിഡ് എക്സെട്ര. അപ്പം ഇത് വേറെ ഉള്ള ഈ മേജർ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് അല്ലാണ്ട് വേറെ എക്സ്ട്രാ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ക്വിനിയാർനിൻ, സിങ്കോട്ടിൻ. എല്ലാത്തിന്റെയും കൂടെ ഒരു ക്വിനിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമും അതുപോലെ സിങ്കോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമും വരുന്നുണ്ട്. സിങ്കോട്ടിൻ, ഹൈഡ്രോക്വിനിൻ, ഹൈഡ്രോസിങ്കോണിഡിൻ, സിങ്കോടാനിക് ആസിഡ്. പിന്നെ ക്വിനിൻ ആൻഡ് ക്വിനിഡിൻ ഹാസ് എ മെത്തോക്സി ഗ്രൂപ്പ് ഇൻ ഇറ്റ്, ബട്ട് സിങ്കോണിൻ ആൻഡ് സിങ്കോണിഡിൻ ഡസ് നോട്ട് ഹാവ് എ മെത്തോക്സി ഗ്രൂപ്പ്. അപ്പൊ നമുക്കറിയാം ഈ 4 ടൈപ്പ് ആൽക്കലോയിഡ്സ് ഇവർ തമ്മിൽ ഡിഫർ ചെയ്യുന്ന എന്തുകൊണ്ടാണ്, ഒരു മെത്തോക്സി ഗ്രൂപ്പിന്റെ പ്രസൻസ് വെച്ചിട്ടാണ്. ഇപ്പൊ ക്വിനിന്റെ കേസിലും അതുപോലെ ക്വിനിഡിന്റെ കേസിലും അവർക്ക് എന്തുകൊണ്ട്, ഒരു മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ സിങ്കോണിഡിനകത്ത് എന്തില്ല, മെത്തോക്സി ഗ്രൂപ്പ് ആബ്സെന്റ് ആണ്. അതുപോലെ ഇതല്ലാണ്ട് വേറെ ബിറ്റർ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മൈക്രോസ്കോപ്പിക് ക്യാരക്ടറിൽ ഡിസ്കസ് ചെയ്ത് എന്ത് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ട്, അതുപോലെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്, പിന്നെ ക്രിസ്റ്റലൈൻ ആസിഡ് ഉണ്ട്. എന്താണ്, ക്വിനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്. 30 കൂടുതൽ ആൽക്കലോയിഡ്സ് ഉണ്ട്. അതിൽ മേജർ ആയിട്ടുള്ളത് ക്വിനിൻ, ക്വിനിഡിൻ, സിങ്കോണിൻ ആൻഡ് സിങ്കോണിഡിൻ. ക്വിനിനും ക്വിനിഡിനും ഒരു മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്. സിങ്കോണിനും സിങ്കോണിഡിനും മെത്തോക്സി ഗ്രൂപ്പ് ആബ്സെന്റ് ആണ്. ക്വിനിൻ എന്ന് പറയുന്നത് ക്വിനിഡിന്റെ ഒരു സ്റ്റീരിയോ ഐസോമർ ആണ്. സിങ്കോണിൻ എന്ന് പറയുന്നത് സിങ്കോണിഡിന്റെ ഒരു സ്റ്റീരിയോ ഐസോമർ ആണ്. പിന്നെ ബിറ്റർ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. അതല്ലാണ്ട് ഹൈഡ്രോ സിങ്കോണിഡിൻ, ഹൈഡ്രോ ക്വിനിൻ, സിങ്കോടാനിക് ആസിഡ്, സിങ്കോറ്റിൻ, ക്വിനിയാർനിൻ, അതുപോലെ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്, അതുപോലെ ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ക്വിനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസിഡും കൂടിയുണ്ട്. ഇതാണ് അതിന്റെ മേജർ ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സിങ്കോണയുടെ കേസിൽ. അടുത്തത് കെമിക്കൽ ടെസ്റ്റ്. കെമിക്കൽ ടെസ്റ്റിന്റെ കേസിൽ 3 കെമിക്കൽ ടെസ്റ്റ് ആണ് സിങ്കോണയ്ക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ടാലോക്വിൻ ടെസ്റ്റ്. To the extract of Syngona powder, add 1 drop of dilute sulfuric acid and 1 ml of water. Add bromine water drop wise till the solution acquires permanent yellow color and add 1 ml of dilute ammonia solution and emerald green color is produced. അപ്പോൾ ഈ ടാലോക്വിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സിന്റെ പേര് വെച്ചിട്ടാണ് ഈ ടെസ്റ്റിന്റെ പേര് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഡ്രഗിന്റെ ചെറിയൊരു പോർഷനിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡും അതുപോലെ കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യും. അപ്പൊ ആ സൊല്യൂഷന് ഒരു യെല്ലോ കളർ ഫോം ചെയ്യും. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, 1 ml ഓഫ് ഡൈലൂട്ട് അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഫസ്റ്റ് ഡ്രഗ്, അതിന്റെ കൂടെ സൾഫ്യൂരിക് ആസിഡ്, അതിന്റെ കൂടെ വാട്ടർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യും, ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യും, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട്. അപ്പോൾ ആ ഒരു സൊല്യൂഷന് ഒരു യെല്ലോ കളറാണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് ആ ഉണ്ടായതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, 1 ml ഓഫ് അമോണിയ സൊല്യൂഷൻ.
അപ്പൊ ഫൈനൽ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? ഒരു എമറാൾഡ് ഗ്രീൻ കളർ. അപ്പോ ഈ ഒരു ടെസ്റ്റ് ആണ് എന്ത്? താലോക്വിൻ ടെസ്റ്റ്. ഇപ്പൊ ഈ ഒരു എമറാൾഡ് ഗ്രീൻ ഉണ്ടാവുന്ന ഈ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? സിങ്കോണ ഡ്രഗിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതിന്റെ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്, ആ ഒരു കോംപ്ലക്സിന്റെ കളറാണ് ഈ എമറാൾഡ് ഗ്രീൻ. അതുകൊണ്ടാണ് അതിന്റെ പേരും താലോക്വിൻ എന്നാണ്. അതുകൊണ്ടാണ് ഇതിന് താലോക്വിൻ ടെസ്റ്റ് എന്ന് പറയാം. അടുത്ത സെക്കൻഡ് ടെസ്റ്റ് എന്താ? പൗഡർ ഡ്രഗ് വെൻ ഹീറ്റഡ് വിത്ത് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഇൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ഇവോൾവ്സ് റെഡ് ഫ്യൂംസ് വിച്ച് കണ്ടൻസ് ഇൻ ദ ടോപ്പ് പോർഷൻ ഓഫ് ദ ട്യൂബ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഡ്രഗിന്റെ കുറച്ച് എമൗണ്ട് ഡ്രഗും അതുപോലെ അതിനകത്തേക്ക് കുറച്ച് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം? ഹീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് റെഡ് കളർഡ് ഫ്യൂംസ് ഉണ്ടാവും. നമുക്കറിയാം വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് പറ്റും? ഇത് ഹീറ്റ് ആകുമ്പോൾ മുകളിലേക്ക് വേപ്പേഴ്സ് ഫോം ചെയ്യും. അത് കണ്ടൻസ് ചെയ്യുമ്പോൾ അതിനെന്താ? നമുക്ക് അതിനകത്തൊരു കളർ കാണാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ സിങ്കോണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ദ പൗഡർ ഡ്രഗ് വെൻ ഹീറ്റഡ് വിത്ത് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഇൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ഇവോൾവ്സ് റെഡ് ഫ്യൂംസ് വിച്ച് കണ്ടൻസ് ഇൻ ദ ടോപ്പ് പോർഷൻ ഓഫ് ദ ട്യൂബ്. അത് കൂൾ ചെയ്തിട്ട് അത് കണ്ടൻസ് ആവും. അങ്ങനെയാണ് നമ്മൾ സിങ്കോണനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. തേർഡ് ടെസ്റ്റ് എന്താണ്? സിങ്കോണ bark when moistened with sulfuric acid and observed under UV light shows a blue fluorescence due to the methoxy group of quinine and quinidine. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഡ്രഗിനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സൊല്യൂഷനെ അൾട്രാ UV റേഡിയേഷനിൽ കൂടി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ബ്ലൂ ഫ്ലൂറസെൻസ് കാണാൻ പറ്റും. ഈ ബ്ലൂ ഫ്ലൂറസെൻസിന് കാരണം എന്താണ്? ഈ സിങ്കോണയുടെ അകത്തുള്ള മേജർ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. മേജർ ആയിട്ടുള്ള ഏതൊക്കെയാണ് നമുക്കറിയാം? ക്വിനിനും അതുപോലെ ക്വിനിഡിനും. സിങ്കോണയും സിങ്കോണിഡിനും ഉണ്ട്, പക്ഷെ അതിനകത്ത് മെത്തോക്സി ഗ്രൂപ്പ് ഇല്ല. പക്ഷെ ക്വിനിഡിനും മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്. ആ മെത്തോക്സി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ബ്ലൂ ഫ്ലൂറസെൻസ് ഇത് കാണിക്കുന്നത്. അപ്പൊ 3 ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. ടാലോക്വിൻ ടെസ്റ്റ് പറഞ്ഞു. രണ്ടാമത്തെ ടെസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഈ ഡ്രഗും അതുപോലെ സൾഫ്യൂരിക് ആസിഡും ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അതിന് ഹീറ്റ് ചെയ്യുക. അത് കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെഡ് ഫ്യൂംസ് കാണാൻ പറ്റും. അടുത്ത ടെസ്റ്റ് എന്താ? ഡ്രഗിനകത്തേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് UV ലൈറ്റ് കൂടി ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ഫ്ലൂറസെൻസ് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഫൈനലി എന്താണ് ഇതിന്റെ യൂസസ്? നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ് എന്താ? ഒരു ആന്റി മലേറിയൽ ഡ്രഗ് ആയിട്ടാണ് സിങ്കോണ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ മേജർ ആയിട്ടുള്ള യൂസ്, ആന്റി മലേറിയൽ ഡ്രഗ്. സെക്കൻഡ് വൺ എന്താ? അനാൽജസിക്. തേർഡ് വൺ ആന്റിപൈററ്റിക്, പ്രോട്ടോപ്ലാസ്മിക്, ബിറ്റർ സ്റ്റൊമക്കിക് ആൻഡ് ടോണിക്. Quinidine is cardiac depressant and cingonidine is used in the rheumatism and neuralgia. അപ്പൊ നമുക്കറിയാം നമ്മൾ അരിത്തിമിയയുടെ ഡ്രഗ്സിന്റെ കേസ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ക്വിനിഡിൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊരു കാർഡിയാക് ഡിപ്രസന്റ് ആണ്. അതുപോലെ അതിനകത്തുള്ള മേജർ ആൽക്കലോയിഡ് ആയിട്ടുള്ള സിങ്കോണിഡിൻ എന്താണ്? റുമാറ്റിസത്തിനും യൂസ് ചെയ്യും, അതുപോലെ ന്യൂറാൾജിയക്കും യൂസ് ചെയ്യും. അതല്ലാണ്ടുള്ള യൂസ് എന്താ? അനാൽജസിക് ആയിട്ട് യൂസ് ചെയ്യാം, പ്രോട്ടോപ്ലാസ്മിക് ആയിട്ട് യൂസ് ചെയ്യാം, ആന്റിപൈററ്റിക് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ സ്റ്റൊമക്കിക് ആയിട്ടും ടോണിക് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ് എന്താണ്? ആന്റി മലേറിയൽ ഡ്രഗ് ആയിട്ടും യൂസ് ചെയ്യാം. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ? കുപ്രിയ ബാർക്ക് അഥവാ റെമീജിയ പെഡുപിക്കുലോറ്റോ ഫാമിലി റുബിയേസിയെ. It differs in its morphological character with Syngona, but consists of constituents like quinine, quinidine, syngonine and syngonamine, etc. അതായത് മോർഫോളജിക്കലി നോക്കുമ്പോൾ സിങ്കോണ ആയിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കുപ്രിയ ബാർക്ക്. പക്ഷേ സിങ്കോണ പോലെ തന്നെ സിങ്കോണയുടെ മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഇല്ലേ? 4 കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മൾ പറഞ്ഞു. ആ 4 കോൺസ്റ്റിറ്റ്യുവൻസും എന്തിനകത്തുണ്ട്? ഈ കുപ്രിയ ബാർക്കിനകത്തുണ്ട്. അതിന്റെ സ്പീഷീസ് എന്താണ്? റെമിജിയ പെഡുപിക്കുലേറ്റോ എന്നുള്ളതാണ് അതിന്റെ സ്പീഷീസ് നെയിം. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? സിങ്കോണയുടെ അകത്തുള്ള അതേ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ദി അതർ സ്പീഷീസ് ഓഫ് റെമീജിയ, ദാറ്റ് ഈസ് റെമീജിയ പ്യൂർഡിയാന ഫോൾസ് കുപ്രിയ ബാർക്ക് ഡസ് നോട്ട് കണ്ടെയ്ൻ ക്വിനിൻ. അപ്പൊ എന്താ പറയുക? ഈ ഒരു സ്പീഷീസിൽ തന്നെ ഉള്ളത് റെമീജിയ ജീനസിൽ പെട്ടിട്ടുള്ള വേറെ സ്പീഷീസ് ഉണ്ട്. ഈ ഒരു പെഡുപിക്കുലേറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് അല്ലാണ്ട് വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയാ? ഫോൾസ് കുപ്രിയ ബാർക്ക്. അതിന്റെ ബയോളജിക്കൽ നെയിം റെമീജിയ പ്യൂർഡിയാന. ഇതിനകത്ത് എന്തില്ല? ഈ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അതിനകത്ത് ഇല്ല, ക്വിനിൻ ഇല്ല. അപ്പൊ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുപ്രിയ ബാർക്ക്. റെമീജിയ പെഡുപിക്കുലേറ്റോ ഇത് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. കാരണം സിങ്കോണയുടെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യുവന്റ് വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള വേറൊരു സ്പീഷീസ് ആണ്
റെമീജിയ പ്യൂർഡിയാന. നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഫോൾസ് കുപ്രിയ ബാർക്ക് എന്ന് പറയും. അതിനകത്ത് എന്തില്ല? ക്വിനിൻ ഇല്ല. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? ആന്റി മലേറിയൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞു മലേറിയയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ആന്റി മലേറിയൽ ഡ്രഗ് എന്ന് പറയുക. മലേറിയ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന എന്താണ്? ഒരു പ്രോട്ടോസോവൻ, അതായത് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോസോവൻ ആണ് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. കുറെ ടൈപ്പ് ഓഫ് സ്പീഷീസ് പറഞ്ഞു. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഒവെയിൽ, അങ്ങനെ കുറെ, പ്ലാസ്മോഡിയം മലേറിയ, അങ്ങനെ കുറെ സ്പീഷീസ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് ടെർഷ്യൻ മലേറിയ കോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ ബ്രീഫ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. അതിന്റെ ബേസിൽ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കോസൽ പ്രൊഫൈലാറ്റിക്സ്, സപ്രസീവ്, അതുപോലെ റാഡിക്കൽ ക്യൂറേറ്റീവ്സ്. പിന്നെ നമ്മൾ പഠിച്ച എന്താ? സിങ്കോണിനെ പറ്റിയാണ് പഠിച്ചത്. സിങ്കോണിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ എന്താ അതിനകത്ത് പറഞ്ഞു? ആദ്യം അതിന്റെ സിനോണിം പറഞ്ഞു, ജെസ്യൂട്ട്സ് ബാർക്ക് ആൻഡ് പെറൂവിയൻ ബാർക്ക്. പിന്നെ ബയോളജിക്കൽ സോഴ്സ് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഡ്രൈഡ് ബാർക്ക് ഓഫ് സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ ഒഫീസ്നാലിസ് ആൻഡ് സിങ്കോണ സൂസി റുബ്ര ബിലോങ്ങിങ് ടു ദ ഫാമിലി റുബിയേസി. അതിനകത്ത് 6% താഴാണ്ട് എന്ത് വേണം? ആൽക്കലോയിഡ് കണ്ടന്റ് വേണം. ജോഗ്രഫിക്കൽ സോഴ്സിൽ കുറെ കൺട്രീസ് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ, മെയിൻ ആയിട്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതായത് തമിഴ്നാടുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, കർണാടകയുണ്ട്, അത് കൂടാണ്ട് ആസാം, സിക്കിം, അതുപോലെ 2 ഗവൺമെന്റ് ഫാക്ടറീസിന്റെ പേര് പറഞ്ഞു. വെസ്റ്റ് ബംഗാളിലുള്ള മുങ്പു ഫാക്ടറിയും അതുപോലെ അണ്ണാമലൈ ഇൻ തമിഴ്നാടു. പിന്നെ കൾട്ടിവേഷൻ കളക്ഷനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താ? അതിന്റെ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. അത് സോയിങ് ദ സീഡ് ഉണ്ട്, അതുപോലെ ബഡ്ഡിംഗ് ഉണ്ട്, ലെയറിംഗ് ഉണ്ട്. ഓരോ തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളും 2 സ്ഥലത്തും വേറെ ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം സീഡ്സിനെ ചെറിയ ചെറിയ ബോക്സിൽ നമ്മൾ ആദ്യം സോ ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് സീഡ്ലിങ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഒരു നഴ്സറിയിലേക്ക് നമ്മൾ മാറ്റും. ആ പ്ലാന്റിന് കുറച്ച് ഹൈറ്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു നഴ്സറിനെ നമ്മൾ കവർ ചെയ്യും, ഒരു റൂഫ് വെച്ചിട്ട്. കാരണം എന്തിനാ? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദി സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാന്റിന് നമ്മൾ കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ വേണ്ടി അലോ ചെയ്യും. ഒരു 6 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ബാർക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ 9 ഇയേഴ്സ് വരെയാണ് കളക്ഷൻ നടക്കുകയുള്ളൂ. കാരണം എന്താ? അത് കഴിഞ്ഞിട്ട് എന്താ പറ്റുക? ഇതിന്റെ കണ്ടന്റ്, ആൽക്കലോയിഡ് കോൺസെൻട്രേഷൻ ഗ്രാജുവലി ഡിമിനിഷ് ആവുന്നതുകൊണ്ട് നമ്മൾ പിന്നത് അതിൽ നിന്ന് ബാർക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞ? അതിന്റെ മാക്രോസ്കോപ്പിക് ഫീച്ചർ എക്സ്റ്റേണലി എല്ലാത്തിനും സെയിം കളറാണ്. അതായത് ഒരു ബ്രൗൺ, യെല്ലോയിഷ് ബ്രൗൺ പോലത്തെ ഒരു കളറാണ്. പക്ഷെ സ്പീഷീസ് മാറുന്ന അനുസരിച്ച് അതിന്റെ ഇന്നർ സർഫസിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് സ്ലൈറ്റ്ലി ബ്രൗൺ കളർ ഉണ്ട്, റെഡിഷ് ബ്രൗൺ ഉണ്ട്, യെല്ലോയിഷ് കളർ ഉണ്ട്. പിന്നെ ഓർഡർ ഒരു സ്ലൈറ്റ്ലി ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. ടേസ്റ്റ് എന്താണ്? ടേസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു സ്ലൈറ്റ്ലി ബിറ്റർ അല്ലെങ്കിൽ ഒരു ആസ്ട്രിഞ്ചന്റ് ടേസ്റ്റ് ആണ്. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് പറഞ്ഞു, ക്വിൽ ഷേപ്പ് ആണ് എന്നുള്ളത് പറഞ്ഞു. കുറെ ക്രാക്സും ഫിഷേഴ്സും അതുപോലെ റിഡ്ജസ് ഒക്കെ ഉണ്ട്. മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? അതിനൊരു കോർക്കുണ്ട്. കോർക്കിനകത്ത് നമ്മൾ പറഞ്ഞു യൂണിഫോംലി അറേഞ്ച്ഡ് പാരൻകൈമാറ്റർ സെൽസ് ആണ്. അതുപോലെ കോർക്കിന് താഴെയായിട്ട് കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സിലും പാരൻകൈമാറ്റർ സെൽസ് ഉണ്ട്. പിന്നെ മെഡുലറി റേസ് ഉണ്ട്. അതുപോലെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് വരുന്നുണ്ട്. പിന്നെ ഇഡിയോബ്ലാസ്റ്റ് സെൽസ് വരുന്നുണ്ട്. അതുപോലെ കോർട്ടെക്സിൽ സെക്രീറ്ററി സെൽസ് പിന്നെയും വരുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് മെഡുലർ ഫ്ലോയം ഉണ്ട്, വാസ്കുലർ എലമെന്റ് ആയിട്ടുള്ള ഫ്ലോയം ഉണ്ട്. ഫ്ലോയത്തിൽ സീവ് ട്യൂബ്സ് വരുന്നുണ്ട്, ഫ്ലോയം പാരൻകൈമ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് പറഞ്ഞത്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അകത്ത് എന്താണ്? ഒരു 30 ആൽക്കലോയിഡ്സിൽ കൂടുതൽ ആൽക്കലോയിഡ്സ് എങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതിനകത്ത്? ഈ ഒരു പ്ലാന്റിന്റെ ബാർക്കിനകത്ത് മോർ ദാൻ 30 ആൽക്കലോയിഡ്സ് ഹാവ് ബീൻ റിപ്പോർട്ടഡ്. അതിൽ മേജർ ആയിട്ടുള്ള 4 ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ്? ക്വിനിൻ, ക്വിനിഡിൻ, സിങ്കോണിൻ ആൻഡ് സിങ്കോണിഡിൻ. ഈ ക്വിനിനും ക്വിനിഡിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? സ്റ്റീരിയോ ഐസോമർ ആണ്. അതായത് ക്വിനിൻ എന്ന് പറയുന്നത് ക്വിനിഡിന്റെ സ്റ്റീരിയോ ഐസോമറും സിങ്കോണിൻ എന്ന് പറയുന്നത് സിങ്കോണിഡിന്റെ ഒരു സ്റ്റീരിയോ ഐസോമറും ആണ്. അതുപോലെ ക്വിനിനകത്തും ക്വിനിഡിനകത്തും ഒരു മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്. സിങ്കോണിനകത്തും സിങ്കോണിഡിനകത്തും ഒരു മെത്തോക്സി ഗ്രൂപ്പ് ഇല്ല. അതുപോലെ വേറെ കുറെ സിങ്കോ ക്വിനി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടേംസ്, കുറെ കോൺസ്റ്റിറ്റ്യൂവൻസ് നമ്മൾ പറഞ്ഞു.
പിന്നെ അത് കൂടാണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻസ് വരുന്നുണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് വരുന്നുണ്ട്, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു ആസിഡ്, അതായത് ക്വിനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആസിഡും കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, 3 ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് പറഞ്ഞു. താലോക്വിൻ ടെസ്റ്റ് പറഞ്ഞു, അതിന്റെ കൺഫർമേഷൻ ഏത് കളർ വെച്ചിട്ടാ, എമറാൾഡ് ഗ്രീൻ കളർ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടെസ്റ്റിൽ നമ്മൾ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡും അതുപോലെ ഡ്രഗും കൂടി ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ റെഡ് ഫ്യൂംസ് കിട്ടും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ടെസ്റ്റിൽ ഡ്രഗും സൾഫ്യൂരിക് ആസിഡും കൂടി റിയാക്ട് ചെയ്തിട്ട് നമ്മൾ അൾട്രാ വയലറ്റ് UV കൂടി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലൂ ഫ്ലൂറസെൻസ്, അപ്പൊ എമറാൾഡ് ഗ്രീൻ, റെഡ് കളർ, പിന്നെ ഒരു ബ്ലൂ ഫ്ലൂറസെൻസ്, ഇത് മൂന്നുമാണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താ യൂസ് നമുക്കറിയാം, മെയിൻ ആയിട്ട് എന്താ ആന്റി മലേറിയൽ ആണ്. പിന്നെ അനാൽജസിക് ആയിട്ട് യൂസ് ചെയ്യാം, ആന്റിപയററ്റിക് ആയിട്ട് യൂസ് ചെയ്യാം, വിറ്റസ് സ്റ്റൊമക്കിക് ആൻഡ് ടോണിക് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ പ്രോട്ടോപ്ലാസ്മിക് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ക്വിനിഡിന്റെ കേസിൽ കാർഡിയോവാസ്കുലർ ആക്ഷൻ വരുന്നുണ്ട്. പിന്നെ സിങ്കോണിഡിന്റെ കേസിൽ റുമാറ്റിസത്തിന് യൂസ് ചെയ്യാം, അതുപോലെ ന്യൂറാൾജിയക്കും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിനകത്ത് എന്താ പറഞ്ഞത്, കുപ്രിയ ബാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാർക്കാണ് നമ്മൾ സിങ്കോണ ബാർക്കിന് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്, സിങ്കോണ ബാർക്കിനോട് മോർഫോളജിക്കലി നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടെങ്കിലും സിങ്കോണ ബാർക്കിനകത്തുള്ള അതേ ആൽക്കലോയിഡ്സ്, അതായത് ക്വിനിൻ, ക്വിനിഡിൻ, സിങ്കോണിഡിൻ, ഈ 4 ആൽക്കലോയിഡ്സും എന്തിനകത്തുണ്ട്, കുപ്രിയ ബാർക്കിനകത്തുണ്ട്. പക്ഷെ ഈ ഒരു റെമിജിയ ജീനസിൽ പെട്ടിട്ടുള്ള വേറെ സ്പീഷീസ്, അതിലൊരു സ്പീഷീസിനകത്ത്, അതായത് അതിന് ഫോൾസ് കുപ്രിയ ബാർക്ക് എന്നാണ് പറയുക, അതിനകത്ത് എന്തില്ല, ക്വിനിൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആന്റി മലേറിയൽ ഡ്രഗ്സിനകത്ത് സിങ്കോണ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പഠിക്കുമ്പോൾ അതിന്റെ സിനോണിമും കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസും ബയോളജിക്കൽ സോഴ്സും സബ്സ്റ്റിറ്റ്യുവൻസും ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.